മോർണിംഗ്. മോർണിംഗ്. ആ മദ്രാസിൽ പോയിട്ട് ഇത്ര എത്തിയോ? ഞാൻ മോർണിംഗ് ഫ്ലൈറ്റിനെത്തി. അത് അശ്വതിയുടെ വീട്ടിൽ നിന്നും കിട്ടിയ കുറെ ആൽബങ്ങളും കുറച്ച് റെക്കോർഡ്സും ഉണ്ട്. അവിടെ അന്വേഷിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല സർ. ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം തന്നെയാണ് അവിടെ ഉള്ളവർക്കും. ഷാൽ ഐ ഓപ്പൺ ഇറ്റ് ഫോർ യു? ഇപ്പൊ വേണ്ട, യു കീപ് ഇറ്റ് ഇൻ ദ സ്റ്റോർ. ശരി സർ, വരൂ. Vikram. Sir. Both of you please come. ചാക്കോ. സർ. വിക്രം, നമുക്ക് അർജന്റായിട്ട് ആ ഹോട്ടൽ വരെ ഒന്ന് പോകണം. സർ. ചാക്കോ സർ, എനിക്ക് ഇതേ മെറ്റീരിയലുള്ള ഒരു സാരി വേണം, സെയിം ലെങ്ത് ആൻഡ് വിഡ്ത്ത്. ഓക്കെ? ശരി സർ. Then come on, quick. സർ, കിട്ടിയോ? സെയിം മെറ്റീരിയൽ കിട്ടി, കളർ വ്യത്യാസമാണ്. ആ സാരമില്ല. ഇതെന്തിനാ സർ? അതൊക്കെ ഉണ്ട്, പറഞ്ഞുതരാം. വിക്രം, bring that photograph. Bring that suit. Vikram. Sir. Remove the bed. Good. ഇതേ കയറി നിന്നിട്ട് ആ ഹൂക്കിലൊന്ന് എത്തിപ്പിടിക്കാൻ ശ്രമിച്ചേ. ധൈര്യമായിട്ട് കയറിക്കോ. ട്രൈ. പറ്റുന്നില്ല സാർ. ഒന്നുകൂടെ ശ്രമിക്കേ. സാധിക്കുന്നില്ല സാർ. എത്ര ഇഞ്ചിന് കുറവുണ്ട്? ഒരു 4 ഇഞ്ചിന്റെ കുറവുണ്ട്. തന്റെ ഹൈറ്റ് എത്രയാ? 5 അടി 9 ഇഞ്ച്. 5 അടി 9 ഇഞ്ചും 4 ഇഞ്ചും കൂടെ കൂട്ടിയാൽ 6 അടി 1 ഇഞ്ച്. അപ്പോ അശ്വതിക്ക് 6 അടി 1 ഇഞ്ച് പൊക്കം ഉണ്ടായിരുന്നെങ്കിലേ കെട്ടിത്തൂങ്ങാൻ ഈ ഹുക്കിൽ സാരി ഒരുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ആം ഐ കറക്റ്റ്? സർ. ആ പെണ്ണിന്റെ പൊക്കം എത്രയാ? 5 അടി 4 ഇഞ്ച്. അപ്പോ ഈ ഹുക്കിൽ അവൾ അങ്ങനെ സാരി കുരുക്കി?
ഈ ഫോട്ടോയിൽ കാണുന്നത് ഈ സ്റ്റൂളിൽ കയറി നിന്ന് കെട്ടി തൂങ്ങിയതായിട്ടാണ്. ടേക്ക് ദ അതർ സാരി. ഈ സാരി ആ കൊളുത്തിലിടണം. സാറ് ഹൈറ്റ് ആ ടീപ്പ് എടുക്കും. ആ ഹൂക്ക് കെട്ടുക. നല്ലവണ്ണം മുറുക്കണം. ആ മുറുകിയോ? ആ ഇനി കഴുത്തി കുറുക്കിടുക. താഴോട്ട് ചാടിയാൽ യു വിൽ ഡൈ. അതാണ് സ്വാഭാവികമായ ആത്മഹത്യ. ഇത് തന്നെയല്ലേ അശ്വതിയും ചെയ്ത്. യൂസ് യുവർ ബ്രെയിൻ മിസ്റ്റർ വിക്രം. നമുക്ക് കിട്ടിയിട്ടുള്ള ഫോട്ടോഗ്രാഫിൽ ഈ ടീപ്പോയുടെ സ്ഥാനം അവിടെയാണ്. അശ്വതി ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നത് ഈ സ്റ്റൂള് മാത്രമാണ്. ഈ സ്റ്റൂള് മാത്രം ഉപയോഗിച്ചാൽ ഈ ഹൈറ്റ് കിട്ടില്ല. യു ഗെറ്റ് മീ? സോറി സാർ. ഇനി ആ കുരുക്ക് കഴിച്ചിട്ട് താഴോട്ട് ഇറങ്ങും. പുട്ട് ദി അതർ എൻഡ് ഇൻ ദ ഹോൾ. അതർ എൻഡ്. ആ സി, ഈ സാരിയിൽ ഈ ഭാഗത്ത് മാത്രമേ അഴുക്കുള്ളൂ. ഓക്കെ, വെയിറ്റ്. ഈ സാരി നോക്കിയേ. ഈ സാരിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അഴുക്ക് ഈ സാരിയിൽ എങ്ങനെ വന്നു? എങ്ങനെ വന്നു സാർ? എങ്ങനെ വന്നു സാർ? ഐ വിൽ ഷോ യു. ഗെറ്റ് ഡൗൺ. കഴുത്തി കിട്ടോ? ശരി സാർ. വേണ്ട, ലിഫ്റ്റ് യുവർ ഹാൻഡ്സ്. ഇറ്റ്സ് ഓൺലി ഡെമോൺസ്ട്രേഷൻ. റെഡി? യെസ്. ആ. രണ്ടുപേര് വലിച്ചാലേ പൊങ്ങുള്ളൂ. ആ. കണ്ടോ? ഐ എം സോറി. It's all right, sir. ഇപ്പൊ മനസ്സിലായോ അശ്വതി കെട്ടിത്തൂങ്ങാൻ ഉപയോഗിച്ച സാരിയിൽ എങ്ങനെ അഴുക്ക് വന്നു? സാരിയിൽ അഴുക്ക് പുരളാനുള്ള കാരണം വേറെയും ആകാമല്ലോ. ഒരുപക്ഷെ സാരിയുടെ ബലം അറിയാൻ വേണ്ടി അവൾ ഹൂക്കിൽ സാരിയിട്ട ശേഷം തൈര് കടയുന്നത് പോലെ താഴോട്ടും മേലോട്ടും വലിച്ചാലും അതിൽ അഴുക്ക് പുരളാൻ സാധ്യതയില്ലേ? കഴുത്തിൽ കെട്ടി വലിച്ചാലും അഴുക്ക് പുരളുമല്ലോ. നിങ്ങൾക്കിത് കൊലപാതകമാക്കിയേ തീരൂ എന്ന് നിർബന്ധമുണ്ടെങ്കിൽ അതിരിക്കട്ടെ, പൊക്ക വ്യത്യാസത്തെ കുറിച്ച് എന്ത് പറയുന്നു? അങ്ങനെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള കാരണത്തെക്കുറിച്ച് നിങ്ങളോട് ആദ്യമേ പറഞ്ഞല്ലോ. തൂങ്ങിച്ചാവാൻ തുനിഞ്ഞ ഒരു പെണ്ണിന് സ്റ്റൂളും ടീപ്പോയും ഒക്കെ മാറ്റിയിട്ട് ചാവാനുള്ള മനസാന്നിധ്യം ഉണ്ടാവുമോ? മനഃശാസ്ത്രമൊന്നും എനിക്കറിയില്ല. പ്രേതം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇവിടെ ഇരിപ്പുണ്ട്. ഇദ്ദേഹം തന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. സെൻസേഷണൽ കേസാക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് DMOയുടെ നിർദ്ദേശപ്രകാരം ഞാനടക്കം 4 ഡോക്ടേഴ്സാണ് പോസ്റ്റ്മോർട്ടം അറ്റൻഡ് ചെയ്തത്. ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരാനുള്ള ലക്ഷണങ്ങളാണ് ഞങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടത്. തന്നെയുമല്ല, നാക്ക് പുറത്തേക്ക് തള്ളി കടിച്ചു പിടിച്ചിരുന്നു. സലൈവ വായുടെ കോണിൽ കൂടി ഒഴുകി താഴോട്ടൊലിച്ചിരുന്നു. ചുണ്ടുകൾക്കും നഖങ്ങൾക്കും നീല നിറം ഉണ്ടായിരുന്നു. സാരി ചുറ്റിയതിന്റെ നേർത്തപാട് കഴുത്തിലും ഉണ്ടായിരുന്നു. മരിച്ചതിന് ശേഷം കെട്ടിത്തൂക്കിയതാണെങ്കിൽ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതിനൊക്കെ പുറമെ തൂങ്ങിപ്പിടയ്ക്കുമ്പോൾ ആരായാലും മലമൂത്ര വിസർജനം നടത്തും. അവർ കെട്ടിത്തൂങ്ങിന്റെ നേരെ താഴെ കാർപ്പറ്റിൽ യൂറിൻ സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു. ആത്മഹത്യ അല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ വേറൊരു മാർഗമില്ലേ? അല്ലെങ്കിൽ ജീവനോടെ കെട്ടിത്തൂക്കണം. അങ്ങനെ ആയിരുന്നെങ്കിൽ അവൾ ഏർത്ത് കാണണം. ബോഡിയിലെങ്ങും ബലപ്രയോഗം നടത്തിയതിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. അടച്ചുപൂട്ടിക്കിടന്ന മുറിയിൽ അകത്ത് ആളെങ്ങനെ കയറി? കൂടാതെ അവിടുന്ന് ഒരു സാധനവും കളവ് പോയിട്ടില്ല. ഒച്ചയോ ബഹളവും ആരും കേട്ടിട്ടുമില്ല. സെക്ഷൽ അറ്റംപ്റ്റ് നടന്നതിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. വേറെ ഒരു മാർഗവുമില്ലേ? ആത്മഹത്യയാണെന്ന് തോന്നുകയും എന്നാൽ ഒരു മാർഗവുമില്ല. ഇറ്റ് ഈസ് എ ക്ലിയർ കേസ് ഓഫ് സൂയിസൈഡ്. മാർഗം ഉണ്ടെങ്കിലോ? യു പ്രൂവ് ഇറ്റ് മാൻ. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഏത് എക്സ്പെർട്ടിനെ കൊണ്ട് വേണമെങ്കിലും നിങ്ങൾ റീ എക്സാമിൻ ചെയ്യിക്കാം. ഇതൊരു ആത്മഹത്യയല്ല തെളിഞ്ഞാൽ ഞാൻ ഈ ഡോക്ടർ ഉദ്യോഗം രാജിവെച്ച് വേറെ വല്ല പണി നോക്കാം. വർഷം 10-15 കഴിഞ്ഞ മിസ്റ്റർ, ഞാൻ ഈ തൊഴിൽ തുടങ്ങിയിട്ട് ഇതുവരെ 100-500 പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്. ഇനി പുതിയതായി എന്തെങ്കിലും പഠിപ്പിക്കാനാണോ ഭാവം? അതോ CBI ഒഴിച്ച് ലോകത്തുള്ള മറ്റെല്ലാവരും കോഴ വാങ്ങുന്നവരെന്നാണോ വിചാരം? സോറി, യു ആർ മിസ്റ്റേക്കൺ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു തർക്കിക്കാൻ വന്നതല്ലെന്ന്.
ഒരു മരണം നടന്നു. അതിന്റെ ഡിഫറെന്റ് പോസിബിലിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വന്നതാണ്. സ്വാമി, ഇപ്രാവശ്യം ചക്ക വീണപ്പോ മുയൽ ചത്തില്ലെന്ന് കൂട്ടിക്കോ. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ചിലപ്പോ അബദ്ധമായിരിക്കും. എങ്കിലും ഒരു സംശയം. ഒരുപക്ഷെ അവളെ കെട്ടിത്തൂക്കുമ്പോൾ അവൾ അബോധാവസ്ഥയിലായിരുന്നെങ്കിലോ? ആരോ ഏതോ രീതിയിൽ അവളെ കൊല്ലാൻ ശ്രമിച്ചു. ആ ശ്രമത്തിനിടയ്ക്ക് അവൾക്ക് ബോധം കെട്ടു. അതിന് ശ്രമിച്ചവർ അവൾ മരിച്ചു എന്ന് കരുതി ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ കെട്ടിത്തൂക്കുന്നു. കെട്ടുമുറുകിയപ്പോഴാണ് ബോധം വീഴുന്നത്. എങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്തപ്പോഴുണ്ടാകാവുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവില്ലേ? എന്താ ഡോക്ടർ, അങ്ങനെ സംഭവിക്കാം അല്ലേ? സംഭവിക്കാം. താങ്ക് യു. വിക്രം സർ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. 501ാമത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കണം. കമാ. CBI എന്ന് വെച്ചാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് അല്ലെന്ന് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നോട്ടി മായപ്പൊടി തൂകി ആളെ പിടിക്കാൻ മാത്രമല്ല, വേറെ പലതും ഞങ്ങൾക്ക് അറിയാമെന്ന് വഴിയെ ബോധ്യപ്പെടും. ഓക്കെ വിക്രം. യെസ് സർ. പോട്ടെ. നമുക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകളും നിഗമനങ്ങളും വെച്ച് നോക്കുമ്പോൾ അശ്വതിയുടെ മരണം കൊലപാതകമാകാനാണ് സാധ്യത കൂടുതൽ. എങ്കിൽ ആരാണ് ആ കൃത്യം ചെയ്തത്? എന്തിനു വേണ്ടി? എപ്പോൾ? എങ്ങനെ? ഇതിനൊക്കെ ഉത്തരം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സർ, ദേവദാസ് പറഞ്ഞതുപോലെ സാരിയിൽ തുരുമ്പ് അഴുക്കും പുരണ്ടത് അശ്വതി സാരിയുടെ ബലം നോക്കിയപ്പോഴാണെങ്കിൽ? ദേവദാസ് ഇത് ആത്മഹത്യയാണ് എന്ന് തറപ്പിച്ച് പറയുന്ന പോലെ ഇത് കൊലപാതകമാണ് എന്ന് പറയാനുള്ള അഹങ്കാരം നമുക്കില്ലാത്തതുകൊണ്ട് ആ സാധ്യതയും തള്ളിക്കളയണ്ട. സർ, ദേവദാസ് സാറിന്റെ പെരുമാറ്റം എനിക്കൊരു തൃപ്തിയായിട്ട് തോന്നുന്നില്ല. യു ആർ കറക്റ്റ്. CBIയുടെ അയാൾക്ക് പകയുണ്ട്, ദേഷ്യമുണ്ട്. എന്നാൽ അതിലെല്ലാം ഉപരി അയാളുടെ പെരുമാറ്റത്തിലും വാക്കിലും മറ്റെന്തോ ദുസൂചനയുണ്ട്. സർ, വീണ്ടും ആ ദേവദാസ് ഡോക്ടറുമായി ഒത്തുചേർന്ന് പഴയ പോലെ. ചേച്ചേ, ഇതിൽ ഡോക്ടറെ സംശയിക്കേണ്ട കാര്യമില്ല. അയാളുടെ ഒബ്സർവേഷൻസും റിപ്പോർട്ടും സത്യമാണ്. നമ്മൾ പറഞ്ഞ സാധ്യത അയാൾ ചിന്തിച്ചില്ലെന്ന് മാത്രം. ഏതായാലും ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് താൻ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടി, ആര്, എപ്പോൾ, എങ്ങനെ? ദാറ്റ് ഇസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. CI അലക്സ് സാർ രാവിലെ എന്നെ ഓഫീസിൽ വിളിച്ചിരുന്നു. ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് കണ്ടോ? കണ്ടില്ല. സാറിനോട് പറഞ്ഞിട്ടാകാമെന്ന് കരുതി. Why should you go and meet him? There is nothing wrong in it. എന്താ ചാക്കോയ്ക്ക് ചാക്കോയെ വിശ്വാസമില്ലേ? Now it is just a matter of time. സ്വാമി വലവരിച്ചു കഴിഞ്ഞു. തന്റെ ബാബു അതിൽ കുടുങ്ങാൻ ഏറെ താമസമുണ്ടാവില്ല. അവൻ കുടുങ്ങിയാൽ താൻ ബാബുവിനെ പിന്നെ കണ്ടോ? ഞാൻ ബാബുവിന്റെ വീട്ടിലേക്ക് ആളയച്ചിരുന്നു. അയാൾ അവിടെ ഇല്ല. വീട് കാലി ചെയ്തു. ഇപ്പൊ എവിടെയെന്ന് അറിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യ തന്നെയാണെന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് എന്ത് തന്നെ വന്നാലും താൻ രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതി. പക്ഷേ സ്വാമി നമ്മളെ കടത്തിവെട്ടി. അങ്ങനെ ആത്മഹത്യയുടെ ലക്ഷണങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിലും അത് ഒരു മർഡർ തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രൂവ് ചെയ്ത്. ഞാൻ എന്ത് ചെയ്യണം സാർ? ഞാൻ വേണമെങ്കിൽ സ്വാമിയെ പോയി പേഴ്സണൽ ആയിട്ടൊന്ന് കാണാം. നന്നായിരിക്കും. പോകുന്നതിന് മുമ്പ് വേണ്ടപ്പെട്ടവരോട് യാത്ര പറഞ്ഞിട്ട് പോയാൽ മതി. 13 വർഷം കഴിഞ്ഞ് വീണ്ടും കാണാമെന്ന്. അതെന്താ? ജീവപര്യന്ത ശിക്ഷയുടെ കാലാവധി 13 വർഷം ആയതുകൊണ്ട്. വിവരമില്ലല്ലോടോ തനിക്ക്. എല്ലാരും ദേവദാസാണെന്ന് കരുതിയോ? തന്റെ ഈ സിനിമാ കാമറൊന്നും സ്വാമിയുടെ അടുത്ത് ചിലവാകത്തില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണം സാർ? ആര് പറഞ്ഞോടോ തന്നോട് അവളെ കൊല്ലാൻ? ആ ബാബുവിനെ അവരുടെ കയ്യിൽ കിട്ടരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. എങ്കിൽ നല്ലത്. ഞാൻ വരട്ടെ. ഈ റൂം നമ്പർ 102 എവിടാ? അവിടെ. Come in. വാടോ ചാക്കോ, ഇരിക്കേ. വേണ്ട സാർ. ഇരിക്കടോ. തനിക്കൊരു സ്മാള് വേണം? വേണ്ട സാർ. തന്റെ CBIയിലെ ജോലിയൊക്കെ എങ്ങനെ? കൊള്ളാമോ? കുഴപ്പമൊന്നുമില്ല സാർ. എവിടം വരെ എത്തി നിങ്ങളുടെ അന്വേഷണം? ഒന്നും പറയാറായിട്ടില്ല. തന്നെ ഞാൻ എന്തിനാ അന്വേഷിച്ചെന്നറിയാമോ? ദേവദാസ് തന്റെ ഓഫീസറെ ഏൽപ്പിച്ച കേസ് ഡയറിയിലും റെക്കോർഡ്സിലും പലതും ഉണ്ടാവില്ല. അശ്വതിയുടെ മരണത്തിന്റെ അന്വേഷണത്തിൽ ദേവദാസിനെ അസിസ്റ്റ് ചെയ്തിരുന്നത് ഞാനാണെന്ന് അറിയാമല്ലോ.
അശ്വതി താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും പോലീസ് ഡോഗ് മണം പിടിച്ചു ചെന്ന് നിന്നത് ഹോട്ടൽ സീലാൻഡിലായിരുന്നു. അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായി ആ ഹോട്ടലിന്റെ ഉടമസ്ഥൻ സിനിമാ നടൻ വിശ്വമാണെന്ന്. തുടർന്നുള്ള അന്വേഷണത്തിൽ നിന്നും ദേവദാസ് എന്നെ ഒഴിവാക്കി. വിശ്വത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ എന്തോ ഒളിക്കുന്നത് പോലെ തോന്നി. അതുപോലെ അശ്വതി മരിച്ച ദിവസം മന്ത്രി ഭാർഗവനും അയാളുടെ സുഹൃത്ത് തോമസും കൂടി ആ ഹോട്ടലിൽ താമസിച്ചിരുന്നു. അശ്വതിയുമായി ഭാർഗവൻ വഴക്കുകൂടിയിരുന്നു. അതിന് അവിടുത്തെ ഒരു ബോയ് സാക്ഷിയാണ്. പക്ഷേ അവനിപ്പോ അവിടെ ജോലിയില്ല. ഈ പറഞ്ഞതൊക്കെ അയാൾ തന്ന CD-യിൽ രേഖപ്പെടുത്തിയിരുന്നു. ഈ പറഞ്ഞൊന്നും കണ്ടില്ല സർ. എങ്ങനെ ഉണ്ടാവാൻ? മന്ത്രി ഭാർഗവൻ അയാളുടെ സ്വന്തം ആളാ. വിശ്വമാണെങ്കിൽ പൊന്മുട്ടയിടുന്ന താറാവും. കുമാരപുരത്തെ ഓമനക്കൊല കേസിൽ തന്നെ ഒഴിവാക്കാൻ ഞാനാ ഉത്സാഹിച്ചത്. ഇപ്പോൾ തിരിച്ച് അശ്വതിയുടെ മരണത്തിൽ ആ കടം ഞാൻ വീട്ടി. താങ്ക് യു സർ. കുറെ പണവും പ്രമോഷനും മാത്രം ഉണ്ടായാൽ ജീവിതമാവില്ലല്ലോ. ഞാനിപ്പോ പഴയ അലക്സ് അല്ല ചാക്കോ. പക്ഷെ ആ മാറ്റത്തിന് ഞാൻ വലിയ വില നൽകേണ്ടി വന്നു. എന്റെ മകന്റെ ജീവൻ. ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന അവൻ ഒരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചു. മറ്റുള്ളവർ എന്ത് ആശ്വാസം പറഞ്ഞാലും ശരി, ചെയ്ത പാപങ്ങളുടെ ശിക്ഷയായിട്ടാണ് ഞാൻ അതിനെ കരുതിയിരിക്കുന്നത്. ആ, എന്താ ചാക്കോ പൊയ്ക്കോളൂ. സ്വാമിയോട് എന്റെ അന്വേഷണം അറിയിക്കണം. ശരി സർ. അപ്പോ അലക്സ് അങ്ങനെ തന്നോടുള്ള കടം വീട്ടി അല്ലേ? ലോകത്തിലെ സകല മനുഷ്യരിലും നന്മയുടെ അംശമുണ്ട്. ചിലര് നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങൾ കൊണ്ട് നശിക്കുന്നു, ചിലർ സാഹചര്യം കൊണ്ട്. ചാക്കോ, അലക്സ് പറഞ്ഞത് വേറെ ആരോടും പറയാൻ പോകണ്ട. ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ പാവ അയാൾക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. ഞാൻ ആരോടും പറയില്ല സർ. വിശ്വത്തെയോ ഭാർഗവനെയോ സമീപിക്കുന്നതിന് മുമ്പ് അതിൽ ആർക്കാണ് അശ്വതിയുടെ മരണത്തിൽ വ്യക്തമായ പങ്കുള്ളതെന്ന് തെളിയണം. അതിന് ചില കുരുക്കുകൾ കൂടി അഴിയാനുണ്ട്. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. നാളെ രാവിലെ ആ ഫിലിം ന്യൂസിന്റെ എഡിറ്ററോടും കറസ്പോണ്ടന്റിനോടും വരാൻ പറയണം. ശരി സർ. എന്താണോ ഇവർക്ക് നമ്മളോട് ചോദിക്കാനുള്ളത്? എനിക്കറിയില്ല. താൻ ഒരുത്തം കാരണമായി എനിക്ക് ഈ ഏടാകൂടം മുഴുവൻ ഉണ്ടായത്. ആ കാർക്കോടകൻ DYSPയുടെ വായിന്ന് രക്ഷപ്പെട്ടപ്പോ ഞാൻ വിചാരിച്ചു എല്ലാം തീർന്നെന്ന്. ഇപ്പൊ ദേ വന്നിരിക്കുന്നു അടുത്ത കൂട്ടർ. അവനെ കൊണ്ടുള്ള ദ്രോഹം ഒരു 1500 രൂപ തീർത്തു. ഇനിയിപ്പൊ ഇവരെ കൊണ്ട് എത്രയാണാവോ? 1500 രൂപ ആർക്ക് കൊടുത്തു? ആ ദേവദാസന്. കയ്യിൽ വാങ്ങിച്ചില്ല, കൊടുപ്പിച്ചു. ആർക്ക് കൊടുത്തു? ടൂറിസ്റ്റ് ടാക്സിക്ക്. അവന്റെ സ്വന്തക്കാരോ മൂകാംബിക്ക് പോയതിന് കൂലി കൊടുത്തു ഞാനാ. ആഹാ, അത് ശരി. ഇതിനിടയ്ക്ക് അതും സംഭവിച്ചോ? ഇനി ഈ CBI-കാരെങ്ങാനും തിരുപ്പതിക്ക് പോണെന്ന് പറഞ്ഞാൽ ഞാൻ കുഴഞ്ഞു പോവുകയുള്ളൂ. ആരാ കുറുപ്പെ തിരുപ്പതിക്ക് പോകുന്നത്? അല്ല, അത് പിന്നെ ഞങ്ങള് ഈ പ്രശ്നമൊക്കെ തീർന്നിട്ട് തിരുപ്പതി പോകാനെ തൊഴാൻ പോണ കാര്യം പറയായിരുന്നു. പ്രശ്നം തീർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അകത്താളുണ്ട്. നിങ്ങളാണോ കുമാർ? അതെ സർ. നടൻ വിശ്വത്തെക്കുറിച്ചുള്ള ലേഖനത്തിന് ശേഷം അടുത്തത് ആരെക്കുറിച്ചാണെന്ന് അശ്വതി പറഞ്ഞത്? അറിയില്ല സർ. മന്ത്രി ഭാർഗവനെ കുറിച്ചായിരിക്കുമെന്ന് താൻ പറഞ്ഞതായിട്ട് പലരും പറഞ്ഞല്ലോ. ഞാനത് ഊഹം പറഞ്ഞാണ് സർ. കാരണം ഭാർഗവൻ അശ്വതിയുടെ വൈരാഗ്യമുണ്ട്. ഭാർഗവൻ അശ്വതിയുടെ വൈരാഗ്യമുണ്ടെങ്കിൽ അയാളല്ലേ അശ്വതിയെ അവമാനിക്കേണ്ടത്? അല്ലാതെ അശ്വതി എന്തിന് ഭാർഗവനെ കുറിച്ച് എഴുതണം? എനിക്കറിയില്ല സർ. ഞാനൊരു ഊഹം പറഞ്ഞാണ്. ഇതുവരെ പുറത്തു വരാത്ത എന്തെങ്കിലും രഹസ്യം ഭാർഗവനെ കുറിച്ച് അശ്വതിയുടെ പക്കലുണ്ടായിരുന്നു? അതെനിക്കറിയില്ല സർ. തനിക്ക് വല്ലതും അറിയാവോ? എനിക്ക് ആരെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ സർ. എന്റെ ജോലി അകത്താ. പുറത്തെ ജോലി മുഴുവൻ ഇവനാ നോക്കുന്നത്. ഏതായി ഹോട്ടൽ സീലാൻഡ്? അതിവിടെ ഈ ഹോട്ടൽ പ്രസിഡന്റിലാണ് സാർ അശ്വതി. ഹോട്ടൽ സീലാൻഡിന്റെ കാര്യമാ ചോദിച്ചത്. അത് നടൻ വിശ്വത്തിന്റെ ഹോട്ടലാണ് സാർ. പക്ഷേ അത് അയാളുടെ പേരിലൊന്നും അല്ല സാർ. ചാക്കോ, അവിടെ ചെന്നിരിക്കും.